ചാടിട്ട ഹൗദി മാറേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ സുന്ദരമായ ചാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വിട്ടുണ്ട് തന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രിയപ്പെട്ട സഹചാരിയായ തന്റെ ആ വാളെങ്ങാനും മുറയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാൻസ് ഉള്ള വെട്ടുണ്ട്. ഇന്ന് ഹജ്ജിന്റെ ഹാജിമാർ പൂന്നൂർ വേഷം ധരിക്കുന്നത് പോലെ വലതു ഭാഗത്തിലൂടെ വെട്ടുകൊണ്ടാൽ ഇടതു ഭാഗത്തിലൂടെ ഇങ്ങനെ കീറിയിട്ട് രണ്ട് പുലിയായി മാറുന്ന രംഗം ഹംസ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അസ്വദ് വെട്ടുന്നു, ഹംസ തടുക്കുന്നു, ഹംസ വെട്ടുന്നു, അസ്വദ് തടുക്കുന്നു, കുതിരകൾ തടുക്കുന്നു. തടുക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹംസ റളിയല്ലാഹു അൻഹു ചാൻസ് കിട്ടുന്നു. ബിസ്മില്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാൾ അസ്വദിന്റെ നേരേക്ക് പോയപ്പോൾ പൂന്നൂർ വേഷത്തെ പോലെ തന്റെ തോള് രണ്ട് ഇരുതൊല്ലുകളായിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ നിലംപൊത്തുകയാണ്. ആ രംഗം കണ്ടുകൊണ്ട് ബിസ്മില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ വെട്ടിയ വാളുമായി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുമ്പോൾ അവിടുത്തെ കൈമയിലേക്ക് ചെല്ലുമ്പോൾ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുകയാണ്, അവിടുന്ന് ആദരിക്കുകയാണ്, അവിടുന്ന് ബഹുമാനം കൽപ്പിക്കുകയാണ്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്യുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന അബൂജഹലും മുത്തബത്തും അതിന്റെ ഇടയിൽ ഒരുപാട് രംഗങ്ങൾ നമുക്ക് പാടാനും പറയാനുമുണ്ട്. ഞാൻ ചുരുക്കിക്കൊണ്ട് കഥ ചുരുക്കി ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഇന്നും നാളെയും 3-4 ദിവസങ്ങളോ പാടിയാലോ പറഞ്ഞാലോ നമുക്കത് തീരുന്നതല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വീണ്ടും പടപൊരുതുകയാണ്, വിളിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇനി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളത്? അപ്പോഴാണ് 3 ആളുകൾ ഇറങ്ങി വരുന്നത്. ശത്രുക്കളിൽ നിന്ന് 3 ആളുകൾ വന്നപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ അതാ 3 അൻസാരികളായ മദീനക്കാരായ 3 ചെറുപ്പക്കാരെ പറഞ്ഞയച്ചു. അവരെ ഞങ്ങൾക്ക് വേണ്ട. ആരെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന, മക്കയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വീണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു, ഖും യാ ഹംസ, ഖും യാ അലി, ഖും യാ ഉബൈദ. 3 സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. ആ വിളിച്ചുകൊണ്ട് അതിന്റെ മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് യുദ്ധം മുറുകുകയും ആ യുദ്ധത്തിൽ പലതും നടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിനെ മുഴുവനും സ്വഫായി കൊണ്ട് അണിനിർത്തുകയാണ്. ബദറിന്റെ രണാങ്കളത്തിൽ അവരെ മുഴുവനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫായി കൊണ്ട് നിർത്തിയപ്പോൾ ആ സ്വഫിൽ മുഴുവൻ സഹാബത്തും നിൽക്കുകയാണ്. സഹാബത്തിന്റെ മുന്നിലൂടെ, സ്വഫിന്റെ മുന്നിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു നോക്കുമ്പോ ഒരു സ്വഹാബി, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ആ പ്രിയപ്പെട്ട സ്വഹാബി സ്വഫിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. വയറൊരൽപ്പം മുന്നോട്ട് നിന്നിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ മാറ്റി നിർത്തുന്ന രംഗങ്ങളൊക്കെ പരിശുദ്ധമായ മഹാനായ മോയ്മുട്ട് വൈദ്യർ പറയുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ള അവിടുത്തെ ഒരു വടി കൊണ്ട്, ഇന്നും അറബികളുടെ കയ്യിൽ പ്രത്യേകമായ ഒരു വടി കാണാം. ആ വടി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ ചെറിയ ഒരു കുത്തുകയാണ്, അല്ലെങ്കിൽ ഒന്ന് തള്ളുകയാണ്. ഓ സവാദെ, നിങ്ങൾ സ്വപ്പിൽ നിന്നൊരൽപ്പം മുമ്പോട്ടാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് നബിയെ നിങ്ങൾ ഒരൽപ്പം പിന്നോട്ട് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വടി കൊണ്ട് മെല്ലെ ഒന്നങ്ങ് തൊട്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് തൊട്ടടുത്തുള്ളവരെയൊക്കെ ശരിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ നിന്നതാ വലിയ ശബ്ദത്തോടു കൂടെ കരയുകയാണ്. കരഞ്ഞിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തെത്തിയപ്പോ പറയുന്നു, ഉരദിയാ മൗലൽ ഉറൂബ ഉശിദിയങ്കളെ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈറകെ പെരിശും ജിന്നിൻ സിടകെ പെരിശും റസൂലദാകെ യാ സുബ്ഹാനല്ലാഹ് പരിശൈ റഹ്മത്തിനല്ലാഹ് ബഅദാകി കൊള്ളതെല്ലാം വെറുതപ്പെട്ടു താനെല്ലാം യാ നജി അല്ലാഹ് തിരുത്തപ്പോൾ ദൂതർ ചൊന്നാൽ സവാദേ നീ ചൊന്തതെന്നാൽ ത്വാബെങ്ങളെന്ന് സ്വപ്നത്തിൽ സബ്താൻ അത് ത്വാവുങ്ങളെത്തി പൊതുആലെ കുട്ടി കവായത്തെ കൈമശത്തിൽ ആ ഉയങ്കിലുമേ
കൈമാറിക്കൊണ്ടിരിക്കുമ്പോ സ്വപ്പിന്റെ മധ്യത്തിൽ നിന്ന് സവാദങ്ങൾ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട ഹബീബായ നബിയെ, യാ റസൂലല്ലാഹ്, നിങ്ങളെ അല്ലാഹു തആല ജിന്നിൻസുകൾക്ക് എല്ലാവർക്കും പരിശമാക്കിയിട്ടാണ് അയച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ല നേതാവായിട്ടല്ലേ അയച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന്റെ നേതാവല്ലേ. പക്ഷേ നബിയെ, പരിശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയിട്ടുള്ളതെല്ലാം അവിടെ അതാ കാരുണ്യത്തിന്റെ നേതാവായിട്ടാണ് അയച്ചത്. പക്ഷേ സവാദേ, നീ ചൊന്നതെന്ന തോഹാബേങ്ങളെന്നെ സ്വപ്നത്തിൽ സബ്ഖാൻ, ഇത്രയും ബഹുമാനമുള്ള ഹബീബായ നബിയെ, സ്വപ്പ് കിട്ടി നിൽക്കുമ്പോ റഹ്മത്തിന്റെ നേതാവായ, കാരുണ്യത്തിന്റെ നേതാവായ നബി തങ്ങള് അതാ വന്നുകൊണ്ട് എന്റെ വയറ്റത്തെ കഥത്വാങ്ങളെത്തി തിരുഹാലെ കൊണ്ട് കുത്തി, അവിടത്തെ വഴി കൊണ്ട് എന്നെ കുത്തിപ്പോയല്ല നബിയെ. കവായത്തി കൈവശത്തിൽ ആക്കുയെങ്കിലുമേ നബിയെ, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. അവിടെന്ന് പറയുന്നു, ഉദരം വല്ലാവരുദ്ധം, എന്റെ വയറ്റിന് വല്ലാത്ത വേദനയാണ്. ഉദരം വല്ലാവരുദ്ധം ഉളവായ നിമിത്തം അതിങ്ങനെ വേദന പൊളയുകയാണ് നബിയെ. നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഉണർന്നാൻ അതേ പൊരുത്തം ആക്കിടാ നബിയെ. അതൊരിക്കലും ഞാൻ പൊറുക്കൂല നബിയെ. പകരം വീട്ടിയാലല്ലാതെ ഞാൻ പൊറുക്കൂല. അല്ലാ, യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന്റെ ഇടയിലാണ് കൂട്ടത്തിൽ നിന്നുള്ള